അയൽച്ചക്കത്തിന് ലേസം താളിപ്പ് ഉണ്ടാക്കാരച്ചിക്കാണ്ട് ഞാൻ കുറച്ച് മുരിങ്ങൻ്റെ ഇലയൊക്കെ ഒടിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനത് ഊരി നന്നാക്കണ നേരം കൊണ്ട് ഉമ്മ അവിടെ ചോറ് മട്ടീനു കേട്ടോ. അതൊന്ന് പോയി നോക്കിക്കാണ്ട് പിന്നെ ഞാൻ ബാക്കിയും കൂടിയും ഊരി വെച്ചു കേട്ടോ. പിന്നെ അതിൻ്റെ കൊതുമ്പും ബാക്കി സാധനങ്ങൾ ഒഴിവാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായിട്ട് നല്ല വരുത്തേക്കരം തല്ല്. അങ്ങനെ അതൊക്കെ ഒഴിവാക്കിക്കാണ്ട് പിന്നെ ഞാൻ ബിരിയാണിക്ക് ലേസം തൈരും ഉണ്ടാക്കി വെച്ചുട്ടാ. അപ്പോഴത്തേന് ഇതാ ഇവിടെ 2 നോമ്പും കള്ളന്മാർ ചോറ് കഴിച്ചു തന്നെ കേട്ടോ. അത് കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ കഞ്ഞീൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ ചോറൊക്കെ എല്ലാം ഇതിൽ വെന്തൊക്കെയാണ്. എന്നാൽ പിന്നെ ഇനി ചോറ് ഊറ്റിക്കാണ്ട് ഇനി അവിടെ അടുപ്പത്ത് തന്നെ മുരിങ്ങൻ്റെ ഇല താളിച്ചാലോ. എന്നാൽ പിന്നെ പലിച്ചക്ക് ഇനി അതെടുത്തുകൊണ്ട് ചൂടാക്കിയാൽ പോരെ വെച്ചുകൊണ്ട് ഞാൻ പിന്നെ അവിടെ മുരിങ്ങൻ്റെ ഇല തളിച്ചാൻ വേണ്ടി വെച്ചു കേട്ടോ. അങ്ങനെ ഏതായാലും അവിടെ മുരിങ്ങൻ്റെ ഇല തളിച്ചാൻ വേണ്ടി വെച്ചുകൊണ്ട് ചോറൂറ്റലും ഒക്കെപ്പാടെ രണ്ടും ഒപ്പം തന്നെ അങ്ങട് വേഗം എടുത്തു കേട്ടോ. അങ്ങനെ അവിടെ മുരിങ്ങൻ്റെ ഇല അപ്പത്തിന് വെന്തു കേട്ടോ. ഞാൻ പിന്നെ അവിടെ ചോറൂറ്റലും ഒക്കെ രണ്ടും കൂടി ഒപ്പമായതുകൊണ്ട് വേഗം 2 പണി ഒപ്പം കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിക്കാണ്ട് ഞാൻ മറന്നു വത്തക്ക വെള്ളം അടിച്ചണം നെരിച്ചിനു. അപ്പോൾ തണുപ്പായതുകൊണ്ട് ഇനി അടിച്ചണ്ടായിരുന്നു. അപ്പം പിന്നെ അരിഞ്ഞാണ് വെച്ചു. ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് നോമ്പറക്കാൻ. നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു?